Professor Leelavati is an icon not only for Kerala but for the whole country. ലീലാവതി ടീച്ചർ നമ്മുടെ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനെമ്പാടും ഒരു അഭിമാനത്തിന്റെ വലിയ ചിഹ്നമാണ്. So I was asking her when I just met her what she did today. ഞാൻ ആദ്യമായി ലീലാവതി ടീച്ചറെ കണ്ടപ്പോൾ ഇന്ന് ചോദിച്ചത് എന്താണ് ലീലാവതി ടീച്ചർ ഇന്ന് ചെയ്തത് എന്നുള്ളതാണ്. So she told me her daily schedule. ദൈനംദിനമുള്ള ടീച്ചറുടെ ചെയ്യുന്ന കാര്യവിവരങ്ങൾ വിശദീകരിച്ചു. First of all, I don't think anybody else in this room has the same daily schedule at 98. 98 വയസ്സുള്ള ലീലാവതി ടീച്ചറിന്റെ ദിനചര്യകൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So I'd like to inform you that she gets up at 3 o'clock in the morning. രാവിലെ പുലർച്ചെ 3 മണിക്കാണ് ശ്രീമതി ലീലാവതി ടീച്ചർ എഴുന്നേൽക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. And then she reads and then she writes. ആദ്യം വായനയിലേക്ക് കടക്കും, പിന്നീട് ടീച്ചറുടെ സ്വതസിദ്ധമായ എഴുത്തുകളിലേക്ക് കടക്കുകയാണ് പതിവ്. And she's currently just read a book on caste and she's been writing about it. രാഹുൽജി നിരന്തരമായി ചോദിച്ചു എന്താണ് എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാസ്റ്റ് എന്ന ജാതിയെ സംബന്ധമായ ഒരു പുസ്തകം, ലോകത്തിലെ മുഴുവനുള്ള ജാതികളെ സംബന്ധമായ ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഇപ്പോൾ എഴുതുന്നത് എന്നുള്ളത്. Now the fact that she gets up at 3 o'clock and writes every single day, reads every single day at 98 is already an inspiration to all of us. നമ്മൾക്കെല്ലാം ഒരു വലിയ ആത്മവിശ്വാസം പകരുന്ന, നമ്മൾക്കെല്ലാം വലിയ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന എന്ന് പറയുന്നത്. She's written a lot in her life. She's received many awards, but I think what little I know, the most powerful thing that I heard was her comment on the culture of silence. ടീച്ചർ ഒരുപാട് ടീച്ചറുടെ ജീവിതത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആ എഴുത്തുകൾക്കെല്ലാം ലോകപ്രസിദ്ധമായ ഒരുപാട് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകത തോന്നിയത് ടീച്ചറുടെ കൾച്ചർ ഓഫ് സൈലൻസ് എന്ന ആശയത്തെ കുറിച്ചിട്ടാണ് എനിക്ക് വ്യത്യസ്തമായി വളരെ വിചിത്രമായും തോന്നിയത്. She said it is a culture of silence. To that I would also like to add, it is also a culture of cowardice. നിശബ്ദതയുടെ സംസ്കാരം എന്ന് പറയുന്നത്, കൾച്ചർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് നിശബ്ദതയുടെ, ഭീരുത്വത്തിന്റെ നിശബ്ദതയും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. All over the country we see people who think something, believe something, but don't have the courage to say it. നമ്മുടെ രാജ്യത്തെമ്പാടും കാണുകയും കേൾക്കുന്നതും കാര്യത്തെക്കുറിച്ച് all over the country we see people who believe something but don't have the courage to say it. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, പക്ഷേ അത് പറയാനുള്ള വിശ്വാസം ഉണ്ടാവാറില്ല. അത് ഭീരുത്വമായാണ് ഞാൻ കണക്കാക്കുന്നത്. But great nations are not built in silence. വലിയ രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത് നിശബ്ദതയിലല്ല. Great nations, great people are built when they express their views, their opinions and fight for their views and their opinions. വലിയ രാജ്യങ്ങളും വലിയ വ്യക്തിത്വങ്ങളും ഉണ്ടാകുന്നത് തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ, അവർ ശക്തമായ അവരുടെ അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം രേഖപ്പെടുത്തുമ്പോഴാണ്. Embedded in the culture of silence is also the idea of greed. നിശബ്ദതയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഗ്രീക്ക് അധിഷ്ഠിതമായ, രാജ്യത്തിൽ അധിഷ്ഠിതമായ greed not greed ആർത്തിയിൽ നിഷ്ഠിതമായ ഒരു ശൈലിയാണ്. That it does not matter what is happening as long as I am getting what I need. I don't need to say anything. I can watch people being humiliated, people being murdered, people being killed. As long as I'm okay, everything is okay. That culture of greed. സ്വന്തമായി കാര്യങ്ങൾ നടക്കുന്നിടത്തോളം എന്റെ കാര്യം മാത്രം നോക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമായാണ് ഈ ആർത്തി എന്ന് പറയുന്ന ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. And like all great people, she is humble. എല്ലാ വലിയ വ്യക്തിത്വങ്ങളും പോലെ, എല്ലാ മഹാരാജന്മാരെയും പോലെ ലീലാവതി ടീച്ചറും ഏറ്റവും കുലീനത പാലിക്കുന്ന, ജീവിതം മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. Simple
and humble. സിമ്പിൾ ആൻഡ് ഹമ്പിൾ, വളരെ കുലീനമായ വളരെ സാധാരണ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ്. And I saw a little bit of spirit of Kerala also in her. കേരളത്തിന്റെ തനതായ ഒരു ആത്മവിശ്വാസം She is പ്രകടിപ്പിക്കുന്ന not, she's going to get up, stand up on her own. She's going to go to the wheelchair on her own. Nobody is going to help her. സ്വന്തമായി എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിന് കഴിവുള്ള, സ്വന്തമായി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തമായി വീൽ ചെയറിലേക്ക് പോകാനും കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ടീച്ചർ. So I want to end by saying, Leelavati ji, we are very proud of you. We congratulate you for all your achievements and for the wisdom you have given to the people of Kerala and the people of our country. ഞങ്ങൾക്കെല്ലാം വലിയ ആത്മാഭിമാനമുണ്ട് ലീലാവതി ടീച്ചറുടെ നേട്ടങ്ങളെക്കുറിച്ച്, ലീലാവതി ടീച്ചറുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഈ രാജ്യം മുഴുവൻ ലീലാവതി ടീച്ചറെ ഓർത്ത് അഭിമാനിക്കുക. And we look forward to you completing your century soon. ലീലാവതി ടീച്ചറുടെ 100 വയസ്സ് തികയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. Thank you.